പാഠം 1037 അഭിനയത്തിന്റെ പാഠങ്ങൾ. എന്നാലും അത് എവിടെ പോയി? ഇതെന്ത് പറ്റി? കൂട്ടിട്ടും കൂട്ടിട്ട് കണക്ക് തീരുന്നില്ലേ? ഇതിന് മാത്രം കണക്കുണ്ടോ മോനിട്ട് എഴുതാനായിട്ട്? കണക്കിൽ എന്തോ ഒരു കുഴപ്പമുണ്ട്. ഈ മാസത്തെ കണക്ക് മുഴുവൻ ഞാൻ എഴുതിയതാ. പക്ഷെ കൂട്ടി നോക്കിയപ്പോ എവിടെയോ ഒരു കുഴപ്പം. എന്ത് കുഴപ്പം? ഇതാണ് ഈ മാസത്തെ ചെലവ്. കടയിൽ കൊടുത്തതും നിനക്ക് വന്നതും ഒക്കെ ഇതിനകത്തുണ്ട്. ഇതെനിക്ക് ഈ മാസം കിട്ടിയ പൈസ. പക്ഷെ ചെലവ് മുഴുവൻ കൂട്ടി നോക്കിയിട്ടും ബാക്കി പൈസ എന്നിട്ട് കുറവ്. മോഹനേട്ടനെ കണക്ക് തെറ്റിയോ? അയ്യോ, അതെങ്ങനെ സംഭവിച്ചു? നീ എന്റെ പോക്കറ്റ് പൈസ എടുത്തോ? അയ്യടാ, എന്തിന്? അല്ലെങ്കിൽ തന്നെ ഈ മാസം എനിക്ക് മോഹനേട്ടന്റെ സഹായം ആവശ്യമില്ല. 3 കേസിന്റെ ഫീസാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ആ പൈസ എന്റെ കയ്യിലുണ്ട്. പിന്നെ പൈസ എവിടെ പോയി? മോഹനേട്ടൻ ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടാവും. അയ്യോ, സോറി. അറുത്തേക്ക് ഉപ്പ് തേക്കാത്ത മോഹനേട്ടൻ അവർക്ക് പൈസ കൊടുക്കാനാണ്. ഞാൻ ഈ കണക്ക് നോക്കിക്കോട്ടെ. നീ ശല്യം എടുത്തപ്പോ നിനക്ക് എന്റെ ബുദ്ധിമുട്ടൊന്നും മനസ്സിലാവില്ല. കിട്ടുന്ന കാശ് എങ്ങനെയെങ്കിലും ചെലവാക്കണം എന്നുള്ളൊരു ചിന്ത മാത്രമല്ലേ നിനക്കുള്ളൂ. ഇപ്പൊ എത്ര രൂപയുടെ കണക്കാണ് പ്രശ്നം? അത് പറ. നീ നോക്ക്. ആകെ ചെലവ് 3895 രൂപ. അതായത് ബാക്കി 1105 രൂപ കാണണം. വേറെ ആർക്കെങ്കിലും കൊടുത്തോ? ഞാൻ എന്താ 1100 രൂപയുള്ളൂ. എന്നുവെച്ചാ 5 രൂപയുടെ കണക്കില്ല. 5 രൂപയുടെ കണക്കിനാണോ മോഹനേട്ടൻ ഈ തലകുത്തി നിന്ന് കണക്കൂട്ടിയ മുഴുവനും? 5 രൂപയല്ലേ? 5 രൂപയല്ലേ? 5 രൂപ 5 രൂപയാണ്. പക്ഷെ 5 രൂപയ്ക്ക് വേണ്ടി 5000 രൂപയുടെ മെനക്കേടാണല്ലോ ഇവിടെ കാണിച്ചു കൂട്ടുന്നത്. എന്റെ മോഹനേട്ടാ, ആ 5 രൂപ പോകുന്നെങ്കിൽ അങ്ങ് പോട്ടെ. കൃഷ്ണൻകുട്ടിയുടെ ചായക്കട തന്നെ ഒരു ചായ കുടിച്ചങ്ങ് കൂട്ടിയാ മതി. ഞാൻ ചായ കുടിച്ചില്ല. നീ പോയി ഫോൺ എടുക്ക്, ഞാൻ അത് കണ്ടുപിടിച്ചോളാം. 5 രൂപ. ഹലോ, സത്യഭാമ വക്കീലല്ലേ? അതെ വക്കീലെ, ഞാൻ ദിനേശനാ, കിഴക്കേടത്ത്. ആ ദിനേശാ, ഇതെന്താ രാവിലെ? ഞാൻ ദിനേശനെ അങ്ങോട്ട് വിളിക്കാനിരിക്കുകയായിരുന്നു. ഇന്നലെ പ്രഭാകർ സാറിന്റെ വീട്ടിൽ പോയിട്ട് ആ ഫയല് വാങ്ങിക്കൊണ്ട് വന്നിട്ട് ഒരു താങ്ക്സ് പറയാൻ പോലും എനിക്ക് പറ്റിയില്ല. അതൊന്നും വേണ്ട വക്കീലെ, എനിക്ക് വക്കീലിന്റെ ഒരു സഹായം വേണമായിരുന്നു. എന്താണ്? ഒരു അത്യാവശ്യ കാര്യമുണ്ട്. എനിക്കൊരു 5000 രൂപ വേണമായിരുന്നു. എങ്ങനെയെങ്കിലും വക്കീലൊന്ന് സഹായിച്ചേ പറ്റൂ. അടുത്ത ആഴ്ച ഞാൻ തിരിച്ചു തരാം. ഞാൻ വീട്ടിലേക്ക് വരാം. വക്കീല് സഹായിക്കണം. പെട്ടെന്ന് പൈസ ചോദിക്കാൻ പറ്റിയ വേറെ ആരും ഇല്ലാത്തോണ്ടാ. ദിനേശൻ പോന്നുള്ളൂ. ഓ ശരി വക്കീലെ. അത് പോയി. കഷ്ടം, ശ്രദ്ധ കാരണമാണ്. അതെ മോനിട്ടാ, കിഴക്കെടുത്ത ദിനേശനെ വിളിച്ചത്. എന്താ കാര്യം? ദിനേശന് എന്തോ ഒരു അത്യാവശ്യമുണ്ട്. ഒരു 5000 രൂപ കൊടുക്കണോന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ പറഞ്ഞില്ല. എന്റെ പൈസ ഉണ്ടല്ലോ, ഒരാഴ്ചക്കുള്ളിൽ തിരിച്ചരാന്നാ ദിനേശൻ പറഞ്ഞിരിക്കുന്നേ. പ്രത്യേകിച്ച് ജോലിയും കൂലിയില്ലാതെ നടക്കുന്ന ആ ദിനേശൻ നിനക്ക് എങ്ങനെയാണ് ആ പൈസ തിരിച്ചരുന്നത്? ഒരൊറ്റ രൂപ കൊടുക്കരുത്. അങ്ങനെ പറയല്ലേ എന്റെ മോനിട്ടാ. ദിനേശൻ ആളൊരു സഹായിയാണ്. എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോ ഒന്ന് വിളിച്ചാൽ മതി, എന്ത് സഹായം ചെയ്തു തരും. അതിനൊന്നും പൈസ വാങ്ങാറുമില്ല. അങ്ങനെ ഒരാളൊരു അത്യാവശ്യത്തിന് പൈസ ചോദിക്കുമ്പോ കൊടുക്കാതിരിക്കുന്ന എങ്ങനെയാ? വേണ്ട എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഒരാൾക്കും പൈസ കൊടുക്കേണ്ട ആവശ്യം നമുക്കില്ല. ഞാൻ ഒരാൾക്കും 1 രൂപ പോലും വായ്പ കൊടുക്കാറില്ലല്ലോ. മോഹനേട്ടനെ പോലെ അങ്ങനെ എനിക്ക് പറ്റുമോ?
എന്റെ പൈസ ഉള്ളപ്പോ ആര് സഹായം ചോദിച്ചാലും ഞാനത് ചെയ്തു കൊടുക്കും. അതിനെയാണ് നമ്മൾ മനുഷ്യത്വം എന്ന് പറയുന്നത്. പൈസ എങ്ങനെയെങ്കിലും ചെലവാക്കണം. ഭാമേ, നിന്റെ കയ്യിലുണ്ട് എന്ന് നീ പറയുന്ന പൈസ നീ ജോലി ചെയ്തുണ്ടാക്കിയ പൈസ അല്ലേ? അതെ. അതെടുത്ത് ദിനേശനെടുക്കാൻ നിനക്കെന്താ ഭ്രാന്താണോ? ഇങ്ങനെ കയ്യിലുള്ള പൈസ മുഴുവൻ വെറുതെ ആർക്കെങ്കിലും കൊടുക്കാനാണെങ്കിൽ പിന്നെ നീ എന്തിനാണ് ജോലി ചെയ്യുന്നത്? ഇങ്ങനെയൊക്കെയല്ലേ മനുഷ്യരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സഹായിക്കുന്നത്. ഓരോരുത്തരും കിട്ടുന്ന പണം അവർ തന്നെ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ച് അവരുടെ കാര്യം മാത്രം നടത്തിയിട്ടുണ്ടെങ്കിൽ ഈ ലോകം പിന്നെ എങ്ങനെ മുന്നോട്ട് പോകും? ഈ പണമെന്ന ഇടപാട് കണ്ടുപിടിച്ച കാലം മുതൽ ഈ വായ്പ കൊടുക്കലും വാങ്ങലും ഒക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. മോനടറൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ലോകത്ത് ആർക്കും ഒരു പൈസ പോലും കടം കൊടുക്കുകയില്ല, ആരുടെയും ഒന്നോട്ട് വാങ്ങുകയില്ല. അപ്പൊ പിന്നെ എന്ത് വേണേലും പറയാമല്ലോ. ബാങ്കുകളിൽ നിന്ന് ആളുകൾ വായ്പ വാങ്ങാൻ ചെല്ലുമ്പോൾ അവർ പണയമായി സ്വർണമോ ഭൂമിയോ ചോദിക്കാറുണ്ട് എന്ന് നിനക്കറിയാമോ? അതുകൊണ്ട് വായ്പ വാങ്ങിയ ആൾ അത് തിരികെ തന്നില്ലെങ്കിലോ എന്ന പേടി കൊണ്ടാണ് ബാങ്കുകൾ ഇത്തരം വ്യവസ്ഥകൾ വെക്കുന്നത്. പണം വാങ്ങിയയാൾ പണം കൃത്യമായി തിരിച്ചടച്ചില്ല എങ്കിൽ പണയ വസ്തു ബാങ്ക് ജപ്തി ചെയ്യപ്പെടും. ഇപ്പൊ നീ ദിനേശന് ഒരു 5000 രൂപ കൊടുക്കുന്നു എന്ന് കരുതുക. ദിനേശൻ അത് തിരിച്ചു തരാതിരിക്കുന്നു എന്നും കരുതുക. അപ്പൊ നീ എന്ത് ചെയ്യും? തിരിച്ചു തരാമെന്ന് ദിനേശൻ പറഞ്ഞല്ലോ. വായ്പ വാങ്ങുന്ന സമയത്ത് എല്ലാവരും ഇങ്ങനെ തന്നെയാണ് പറയുന്നത്. പക്ഷെ ദിനേശൻ തിരിച്ചു തന്നില്ല എങ്കിൽ നിനക്ക് ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. ദിനേശനെയൊക്കെ എത്ര കാലമായിട്ട് എനിക്കറിയാം. അവനൊരു തരികടയാ. അങ്ങനെയുള്ള ഒരാൾക്ക് വെറുതെ കൊടുക്കാനുള്ളതല്ല നീ ജോലി ഉണ്ടാക്കുന്ന പൈസ. ദിനേശന് പൈസ കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. ദിനേശൻ വരുമ്പോ ഞാൻ എന്താ പറയുക? എത്രയോ കാലമായിട്ട് എനിക്ക് പരിചയമുള്ള ആളാ. ദിനേശനോട് പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞോളാം. തീർന്നല്ലോ പ്രശ്നം. മോനോട്ട് എന്താ പറയും? അതെ, വീട്ടിൽ കയറി വരുന്ന ഒരാളോട് വഴക്കുണ്ടാക്കാൻ പറ്റില്ല. ഇല്ല, വളരെ സ്നേഹമായി ഞാൻ ദിനേശനോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തോളാം. എങ്ങനെ? അതൊക്കെ നീ എനിക്ക് വിട്. ദിനേശന് നിന്നോട് വിരോധമുണ്ടാകാതിരുന്നാൽ പോരെ? അതൊക്കെ ഞാൻ ഏറ്റു. അല്ല, ദിനേശനാണ് പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. ദിനേശനെ ഞാൻ കൈകാരിച്ചോളാം. നീ അതിലിടപെട്ട് അലമ്പാക്കാതിരുന്നാ മതി. എന്താ മോഹനയുടെ ഉദ്ദേശം? അത് നീ കണ്ടോ? നിന്റെ ഭർത്താവ് വളരെ ബുദ്ധിമാനായ ഒരു വില്ലേജ് ഓഫീസറാണ്. ഇത്തരം സാഹചര്യങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് വളരെ നന്നായി അറിയാവുന്ന ഒരാളാണ് ഞാൻ. കണ്ടോ? നമസ്കാരം സർ. നമസ്കാരം. ഞാൻ വക്കീലിനെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. എന്താ ദിനേശ, എന്തെങ്കിലും കേസുണ്ടോ? ഉണ്ടെങ്കിൽ തരണേ. അല്ല, കേസല്ല. കേസല്ലേ? കഷ്ടം. ദിനേശനെ കണ്ടപ്പോ ഞാൻ കരുതി എന്തെങ്കിലും കേസുമായിട്ട് വന്നതാവൂന്ന്. ദിനേശ, സത്യത്തിൽ ആരെങ്കിലും ഒരു കേസുമായി വന്നിരുന്നെങ്കിലെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങൾ. സാർ, അത് ദിനേശൻ അറിയാമോ, വളരെ അത്യാവശ്യമായി ഞങ്ങൾക്ക് കുറച്ച് പണം വേണമായിരുന്നു. എന്റെ കാര്യം ദിനേശൻ അറിയാലോ, ഒരു സാധാരണ സർക്കാർ ഉദ്യോഗസ്ഥൻ. ശമ്പളമല്ലാതെ വേറൊരു വരുമാനവും ഞങ്ങൾക്കില്ല. ഒരു വെറും വില്ലേജ് ഓഫീസറായി എനിക്ക് എന്ത് ശമ്പളം കിട്ടാനാണ്? വില്ലേജ് ഓഫീസർക്ക് നല്ല ശമ്പളം ഇല്ലേ? നല്ല ശമ്പളം ഇല്ലേ എന്ന് ചോദിച്ചാൽ തരക്കേടില്ല. അതുകൊണ്ടൊരു കുടുംബം നടത്തിക്കൊണ്ടു പോകാൻ പറ്റില്ല ദിനേശ, പറ്റില്ല. അതുകൊണ്ടാണല്ലോ പല സർക്കാർ ഉദ്യോഗസ്ഥന്മാരും കൈക്കൂലി വാങ്ങുന്നത്. കൈക്കൂലി. പക്ഷേ എന്ത് ചെയ്യാം, ഞാൻ വളരെ ചെറുപ്പം തൊട്ടേ ഒരു സത്യസന്ധനായി പോയി. സത്യസന്ധൻ. കൈക്കൂലി എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് വെറുപ്പാണ്, വെറുപ്പ്. അതുകൊണ്ട് ഉള്ള സമ്പാദ്യം കൊണ്ട് എങ്ങനെയെങ്കിലും ജീവിക്കാൻ ഞാനും എന്റെ ഭാര്യ സത്യഭാമയും ശ്രമിക്കുന്നു.
പക്ഷെ എന്ത് ചെയ്യാം, ഇപ്പോഴത്തെ കാലത്ത് ശമ്പളം കൊണ്ട് എന്താവാനാ? ഒന്നുമാവില്ല. ഭാമയ്ക്കാണെങ്കിൽ വല്ലപ്പോഴും ഒരു കേസ് കിട്ടിയാലായി. അങ്ങനെ ഇപ്പൊ ഒരു കേസ് കിട്ടിയാൽ തന്നെ അതിന്റെ ഫീസ് സമയത്ത് കിട്ടില്ലല്ലോ. ജീവിക്കാൻ നിവൃത്തിയില്ലാതെ പ്രയാസപ്പെടുകയാണ് സത്യത്തിൽ ഞങ്ങൾ. ഇതിനിടയിൽ വേറെ ഉണ്ട് ദിനേശ കുറെ ബാധ്യതകൾ. എന്റെ കുഞ്ഞുനാൾ മുതലുള്ള ബാധ്യതകളാണ്. അതൊക്കെ തീർക്കാൻ ഞാനൊരാളല്ലേ ഉള്ളൂ. എന്റെ ശമ്പളത്തിന്റെ പകുതിയും ഞാൻ നാട്ടിലേക്ക് അയച്ചു കൊടുക്കുകയാണ്. ബാക്കിയുള്ളത് കൊണ്ട് ഞാനും ഭാമയും വളരെ കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത്. ഞാൻ ചോദിച്ചാൽ ഒരുപക്ഷെ കടം തരാൻ ആളുണ്ടായിരിക്കും. പക്ഷെ അതൊക്കെ നാണക്കേടല്ലേ നമ്മൾ ഒരാളോട് കടം ചോദിക്കുന്നത്? പുറത്ത് നോക്കുന്ന ആൾക്ക് സാറ് സുഖമായി ജീവിക്കുന്ന ഒരാളായിട്ട് തോന്നും. ആ തെറ്റിദ്ധാരണ മാറ്റണമെന്ന് ഓർത്തിട്ടാണ് ഞാൻ ആരുടെയും കയ്യിൽ നിന്ന് കടം വാങ്ങാതിരിക്കുന്നത്. മനസ്സിലായോ? ദിനേശൻ അറിയാമോ, കയ്യിൽ ഒരു പൈസയും ഇല്ലാതെ വരുമ്പോ ഞാനും എന്റെ ഭാര്യ അഡ്വക്കേറ്റ് സത്യഭാമയും ഒന്നോ രണ്ടോ ദിവസം പട്ടിണി ഇരിക്കും. പട്ടിണി. അങ്ങനെ എത്രയോ ദിവസങ്ങൾ. സത്യത്തിൽ ദിനേശം വന്ന് ഭാമ അന്വേഷിച്ചപ്പോ ഞാൻ കരുതി വല്ല കേസുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ അഡ്വാൻസായി ഒരു 500 രൂപ വാങ്ങാലോ എന്ന് കരുതി. അത് വെറുതെ ആയല്ലോ. ഈ മോഹനെ നാട്ടിച്ചു കൊല്ലും. സാരമില്ല, വിഷമിക്കരുത്, എന്റെ ഭാര്യ വിഷമിക്കരുത്. ഒരാഴ്ച കഴിഞ്ഞാൽ എനിക്ക് ശമ്പളം കിട്ടും. അതുവരെ നമുക്ക് ഇങ്ങനെ ജീവിക്കാം നമുക്ക്. അല്ലാതെ പിന്നെ എന്ത് ചെയ്യാൻ? എന്നോട് ക്ഷമിക്കുന്നതിനെ ദിനേശ, ഞാനേ എനിക്കെല്ലാം മനസ്സിലായി വക്കീലെ. ഇതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. ഫോൺ ചെയ്തപ്പോ വക്കീല് പറഞ്ഞതുമില്ല. ഞാൻ പൈസ വേറെ ആരോടെങ്കിലും ചോദിച്ചോളാം. ശരി വക്കീലെ. എങ്ങനെയുണ്ടായിരുന്നു എന്റെ പ്രകടനം? സത്യം പറഞ്ഞ മോഹനയുടെ വില്ലേജ് ഓഫീസറെ പണി രാജിവെക്കേണ്ട സമയം കഴിഞ്ഞു. ഇത്രയും ഗംഭീരമായിട്ട് അഭിനയിക്കാൻ അറിയാവുന്ന മോഹനേട്ടൻ സത്യം പറഞ്ഞ സിനിമയിൽ ഒരു കൈ നോക്കേണ്ടത് തന്നെയാ. എന്റെ മോഹനേട്ട, എന്തൊരു പെർഫോമൻസ് ആയിരുന്നു. കുറച്ച് ഓവറായിരുന്നു, എങ്കിലും ഞാനൊന്നും വിട്ടുപോയി. കുറച്ച് ഓവറായിരുന്നു എന്ന് നിനക്ക് തോന്നിയതാ? അഭിനയത്തെ പറ്റി വലിയ പിടിപാടില്ലാത്തത് കൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നത്. സത്യത്തിൽ ഞാൻ വളരെയധികം അളവ് മുറിച്ചാണ് അഭിനയിച്ചിരിക്കുന്നത്. മോഹനയുടെ ഗതികേട് പറച്ചിൽ കേട്ട് ദിനേശൻ പൈസ വല്ലോ ഇങ്ങോട്ട് തരുമോ എന്ന് ഞാൻ വിചാരിച്ചു പോയി. എന്തോ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് എനിക്ക് 2 പ്രാവശ്യം മികച്ച നടനുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഞാൻ നാടകത്തിൽ അഭിനയിച്ചിട്ട് ഇറങ്ങി വരുമ്പോൾ പ്രിൻസിപ്പൽ എന്നോട് പറഞ്ഞു, കെ മോഹനകൃഷ്ണ, അഭിനയമാണെന്ന് തോന്നുകയില്ല എന്ന്. ചുരുക്കി പറഞ്ഞ അപ്പൊ മോഹനേട്ടനെ പേടിക്കണം. എന്നോട് കാണിക്കുന്ന സ്നേഹവും ആത്മാർത്ഥതയൊക്കെ അഭിനയമാണോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും? അതും ഇനി അടവാണെങ്കിലോ? ഞാൻ അങ്ങനെ വെറുതെ അഭിനയിക്കുന്ന ഒരാളല്ല. തക്കതായ ഒരു കാരണമുണ്ടെങ്കിൽ മാത്രമേ ഞാനത് ചെയ്യൂ. ഇപ്പൊ ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ട് നിനക്ക് ലാഭം 5000. ദിനേശനെ പിണക്കേണ്ടിയും വന്നില്ല. ഇങ്ങനെയാണ് ഭാമയെ നമ്മൾ തന്ത്രപരമായി കാര്യങ്ങൾ ചെയ്യുന്നത്. വെച്ചോ? അയ്യോ, ഞാനത് എപ്പോഴേ തേച്ച് വെച്ചിട്ടുണ്ട്. അതിന് എടുത്തിട്ടുണ്ട് വന്നാൽ ഞാൻ കഴിക്കാനുള്ളത് എടുത്തു തരാം. അഭിനയിച്ച് ക്ഷീണിച്ചതല്ലേ, 2 ഇഡ്ഡലി കൂടുതൽ കഴിച്ചിട്ടൊന്ന് പോയാ മതി. ഞാൻ വിശ്വസിക്കില്ല. അതാരോ വെറുതെ പറഞ്ഞുണ്ടാക്കിയതാ.
മോഹനകൃഷ്ണ സാറിനെ കുറിച്ച് നീ എന്താ ശശി കരുതിയത്? എന്നോട് പറഞ്ഞത് ദിനേശനാ. അവനോട് മോഹനകൃഷ്ണ സാർ തന്നെ പറഞ്ഞെന്നാ പറയുന്നത്. എന്തായാലും അത് സത്യമാകാൻ വഴിയില്ല. മോഹനകൃഷ്ണ സാർ ഒരു വില്ലേജ് ഓഫീസർ അല്ലേ? മാസം 10-25,000 രൂപ ശമ്പളം വാങ്ങുന്ന ആളാ. സാറിനാണെങ്കിൽ വലിയ ചെലവില്ല. പിന്നെങ്ങനെയാ ഇത്? പഴയ ബാധ്യതയാണെന്നാ പറയുന്നത്. വരുന്നാരെ നോക്കി. നമസ്കാരം സാർ. നമസ്കാരം. എന്താ ജോണിക്കുട്ടി ഇവിടെ? ഞങ്ങള് വെറുതെ ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കുകയാണ് സാറേ ഇവിടെ. ഇങ്ങനെ വെറുതെ ഓരോന്ന് പറഞ്ഞ സമയങ്ങളൊന്നും ശരിയല്ല. മനുഷ്യന്റെ ഓരോ നിമിഷത്തിനും വിലയുണ്ട്. നോക്കൂ, എന്നെ നോക്കൂ, എന്നെ കണ്ടു പഠിക്കൂ. സാറിനെ കണ്ട ഇതുവരെ പഠിച്ചത്. പക്ഷേ കാര്യങ്ങളുടെ കിടപ്പ് ഇപ്പോഴല്ലേ മനസ്സിലായത്. എന്ത് സാർ ആകെ കടം കയറി മുടിഞ്ഞ അവസ്ഥയിലാണല്ലേ? ദിനേശനൊക്കെ ശശിയോട് പറഞ്ഞു സാറിന് നാട്ടിൽ കുറെ ബാധ്യതകളുണ്ടെന്നും ശമ്പളത്തിന്റെ പകുതി അങ്ങനെ പോകുന്നു ഒക്കെ. വക്കീലിന് കേസ് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ പട്ടിണിയാവുന്നും പറഞ്ഞു അല്ലേ ശശി? അതെ, അത് സംഭവം എന്ന് വെച്ചാല് പുറമേ കാണുമ്പോ വലിയ സംഭവമാണെന്നൊക്കെ തോന്നും. പക്ഷെ ഈ അലക്കി തേച്ച ഷർട്ടും മുണ്ടൊക്കെ ഉള്ളൂ. കയ്യിൽ 10 പൈസ ഇല്ല. ശശി, സാറ് ബൈക്കും കാറും ഒന്നും വാങ്ങാത്തതിന്റെ കാരണം ഇപ്പോഴല്ലേ പിടി കിട്ടിയത്? എന്താ? കയ്യില് കാശില്ല. സാറേ, കയ്യില് കാശില്ലെങ്കിൽ അത് പറഞ്ഞാ പോരെ? ചുമ്മാ അന്തരീക്ഷ മലിനീകരണത്തിന്റെ കാര്യമൊക്കെ പറയണ്ടോ? അത് വലിയ പ്രശ്നമാണ് സാറേ. എന്നാ ഓക്കെ, നമുക്ക് പോയാലോ? പൊല്യൂഷൻ ആണത്രേ, പൊല്യൂഷൻ. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നതായിട്ട് അത് വിശ്വസിച്ചാ? എന്റെ ആവശ്യത്തിന് പൈസ ഒക്കെ ഉണ്ട്. ഓരോരുത്തര്. ഹലോ, വിജയ, ഞാൻ ശശാങ്കനാ. എന്തായി നമ്മുടെ കാര്യം? അതെയോ? എങ്ങനെയെങ്കിലും ആ പ്രശ്നം ഒന്ന് തീർക്കാൻ നോക്ക്. ഞാനൊരു 11 മണിയാകുമ്പം വരാം. ഓ ശരി. നമസ്കാരം സാറേ. സാറ് വില്ലേജ് ഓഫീസിലേക്കായിരിക്കും. എന്നെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലേ? കാണുമ്പോലെ അല്ലല്ലോ സാർ കാര്യങ്ങൾ. ഞാൻ കരുതിയത് സാറ് നല്ല സുഖമായിട്ട് ജീവിക്കായിരിക്കുന്ന. പക്ഷേ സത്യം പറഞ്ഞത് ഇന്നല്ലേ. ഒരുപാട് കടമുണ്ടല്ലേ സാർ? എന്റെ പോക്കുവരവ് നടത്തി തന്ന ന്യായമായ ഒരു തുക ഞാനങ്ങ് തരാം. സാറിനതൊരു ആശ്വാസമാവുമല്ലോ. കടമുണ്ടെങ്കിൽ അതൊക്കെ വീട്ടാൻ ഇത്തരം വഴികളൊക്കെ നോക്കണം സാർ. സാറിന് എത്ര രൂപ വേണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ അതങ്ങ് തരാം. ശശാങ്കന്റെ പോക്കുവരവ് നടന്നത് തന്നെ. അഹങ്കാരി. ആണക്കടയില്ല വഴി കാണുന്നവര് മുഴുവൻ വിളിച്ചു ചോദിച്ചു തുടങ്ങിയല്ലോ. അയ്യോ സാറ് എന്താ സാർ? എന്താ താമസ? ഇനി ആഫീസ് തുറന്ന് എല്ലാം അടുക്കി വെക്കുമ്പോ സമയത്തിനാവും. ഒരു 5 മിനിറ്റ് താമസിച്ചു സാർ. വരുന്ന വഴി കിഷൻകുട്ടിയുടെ ചായക്കടയിലൊന്നും കയറി. അവിടുത്തെ ചർച്ച സാറിനെ പറ്റിയാ. എന്നെ പറ്റിയോ? അതെ സാർ. സാറിന് ഒരുപാട് കടമുണ്ടെന്നും നിത്യ ചെലവിന് പോലും വഴിയില്ലെന്നൊക്കെയാ സംസാരം. ദിനേശനോട് ഇതൊക്കെ സാറ് തന്നെ പറഞ്ഞു എന്നാ കിഷൻകുട്ടി പറയുന്നത്. കയ്യില് കാശില്ലാത്തത് കൊണ്ടാ സാറ് ചായക്കടയിൽ കയറി ഒരു ചായ പോലും കുടിക്കാത്തത്. ഇത് നാട്ടുകാരറിയാതിരിക്കാൻ വേണ്ടി വലിയ സിദ്ധാന്തമൊക്കെ പറയണമെന്നൊക്കെയാ കിഷൻകുട്ടി പറയുന്നത്. എന്താ സാർ സംഭവം? അല്ല, അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ സാറിന് ഞങ്ങളോട് പറയാമായിരുന്നില്ലേ? ഞങ്ങളെ കൊണ്ടാവുന്ന സഹായം ഞങ്ങൾ ചെയ്യുമായിരുന്നല്ലോ. ശിശുപാലൻ ആഫീസ് തുറക്കാൻ നേരമായില്ലേ? എന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. അത് അന്വേഷിക്കാനല്ല സർക്കാർ ശിശുപാലൻ മാസം നമ്മൾ തരുന്നത്. ആഫീസ് തുറക്കാൻ നോക്ക്.
നാട്ടുകാർ മുഴുവൻ ഇതാണല്ലോ ചോദിക്കുന്നത്. ദിനേശന് ഞാൻ ഇതെന്താ ആഫീസർ പോയില്ലേ? ഇതെന്താ ആഫീസർ പോയില്ലേ? എന്തു പറ്റി? നിന്റെ കയ്യിൽ ദിനേശൻ നമ്പർ ഉണ്ടോ? എന്തിനാണ്? ദിനേശനെ വിളിക്ക്. എന്തിനാന്ന് പറ. അല്ല, ദിനേശൻ എന്തോ അത്യാവശ്യം ഒന്നാണല്ലോ നിന്നോട് പൈസ ചോദിച്ചത്. അപ്പൊ അങ്ങനെ ഒരു അത്യാവശ്യം വരുമ്പോ നമ്മൾ സഹായിക്കാതിരിക്കുന്നത് ശരിയല്ലല്ലോ. നീ ദിനേശനെ വിളിച്ച് പൈസ കൊടുക്കാമെന്ന് പറ. മോഹനിട്ട് എന്തൊക്കെയാ പറയുന്നത്? ഇപ്പൊ ഇങ്ങനെ പറയാൻ എന്താ ഉണ്ടായത്? ഞാൻ ആഫീസിലേക്ക് പോകുന്ന വഴി പെട്ടെന്ന് ദിനേശന്റെ കാര്യം ഓർമ്മ വന്നു. അപ്പൊ മനുഷ്യർക്ക് ഒരു അത്യാവശ്യം വരുമ്പോഴാണല്ലോ വേറൊരാളടുത്ത് പൈസ കട ചോദിക്കുന്നത്. നമ്മളത് മനസ്സിലാക്കേണ്ടതായിരുന്നു. എല്ലായ്പ്പോഴും നമ്മുടെ ഭാഗത്ത് നിന്ന് മാത്രം ചിന്തിച്ചാ പോരല്ലോ, മറ്റുള്ളവരുടെ ഭാഗം കൂടെ നോക്കണ്ടേ നമ്മള്. നീ ആ ദിനേശനെ വിളിക്ക്. ഞാൻ എന്തു പറഞ്ഞ ദിനേശനെ വിളിക്കും മോനട്ടാ? നമ്മുടെ കൈ അരി വാങ്ങാൻ പോലും കാശില്ലെന്നല്ലേ മോഹനോട് പറഞ്ഞത്. ഇനി വിളിച്ച് പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ ദിനേശൻ എന്താ കരുതുക? അത് നമ്മള് വെറുതെ ദിനേശനെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞെന്ന് പറഞ്ഞാൽ മതി. ദിനേശന്റെ മനസ്സിൽ പറയാൻ വേണ്ടി ഞാൻ വെറുതെ അഭിനയിച്ചാണെന്ന് പറഞ്ഞാൽ മതി. നമ്മുടെ ഒരു ആവശ്യം പോലെ പൈസയുണ്ട്, കിട്ടുന്ന പൈസ ഒന്നും കളയാതെ നമ്മൾ സൂക്ഷിച്ചു വെക്കാറുണ്ട് എന്നും കൂടി ദിനേശനടുത്ത് പറയണം. ഇതെന്താ പറ്റിയത്? ആദ്യം പറഞ്ഞു പൈസ കൊടുത്താൽ കിട്ടില്ലെന്ന്. ഇപ്പൊ പറയുന്നു ദിനേശന് വിളിച്ച് പൈസ കൊടുക്കാൻ. പൈസകൾ വരുന്നതിന്റെ അഭിമാനം. ഞാൻ നീ പട്ടിണിയാണ്, ആളുകൾ സഹായിച്ചില്ലെങ്കിൽ നമ്മൾ ആത്മഹത്യ എന്നൊക്കെ ദിനേശൻ നാട് മുഴുവൻ പറഞ്ഞു നടക്കുന്നു. എത്രയും പെട്ടെന്ന് ആ പ്രശ്നം തീർത്തില്ലെങ്കിൽ നമ്മൾ കടം കയറി ആത്മഹത്യ വേണ്ടി കയറെടുത്ത് നിൽക്കുകയാണെന്ന് അയാൾ നാട് മുഴുവൻ പറഞ്ഞു നടക്കും. പിന്നെ പൈസ കൊടുക്കുമ്പോ അടുത്ത ആഴ്ച തിരിച്ചിടണമെന്നോട് പറയണേ, ഇല്ല അത് പ്രശ്നമാകും. തന്ത്രപരമായി നടത്തിയ ആ പരിപാടി പൊളിഞ്ഞ. പൊളിഞ്ഞു. അയ്യോ, അന്നേരെ ഞാൻ പറഞ്ഞതാണ് അഭിനയം കുറച്ച് ഓവറായി പോയെന്ന്. അത്രയും വേണ്ടായിരുന്നു. ഓവറായിരുന്നു വിശ്വസിക്കില്ലായിരുന്നല്ലോ, വിശ്വസിച്ചില്ലേ? അഭിനയിക്കുന്ന കാര്യത്തിലൊക്കെ ആഫീസർ പുലിയാണെന്ന് നാട്ടുകാർക്കൊക്കെ അറിയാം. പക്ഷേ ചില നേരത്തെ അഭിനയം നമ്മൾ വിചാരിക്കുന്ന ഫലമായിരിക്കില്ല ഉണ്ടാക്കുന്നതെന്ന് മാത്രം. വില്ലേജ് ആഫീസർ പട്ടിണിയിലാണെന്ന ചീത്തപ്പേര് പതിയെ മാറിക്കോളുമെന്ന് പ്രതീക്ഷിച്ച് ഇന്നത്തേക്ക് വിടാം. കാര്യം നിസാരം തുടരുന്നു.